മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കുവാൻ ആവശ്യമായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഏതെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടോ അതിലെല്ലാം വളരെ പെട്ടെന്ന് തന്നെ സക്രിയമായി ഇടപെട്ട് കുട്ടികളുടെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ മാതാപിതാക്കളുടെ സുരക്ഷിതത്വം അവരുടെ പ്രതീക്ഷകളെല്ലാം നിറവേറ്റുന്ന തരത്തിൽ വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് പറയാൻ വൈമനസ്യം കാണിക്കേണ്ട ആവശ്യവുമില്ല. നമസ്കാരം, പ്രൊട്ടക്ഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം കടയ്ക്കലിൽ രണ്ടുപേരെ കഞ്ചാവുമായി കടയ്ക്കൽ പോലീസ് പിടികൂടി. കടയ്ക്കൽ കാഞ്ഞിരത്തുമൂട് കൊട്ടച്ചി എന്ന് വിളിപ്പേരുള്ള നവാസിന്റെ വീട്ടിൽ നിന്നും രണ്ടുപേരെ 32 ഗ്രാം കഞ്ചാവുമായി കടയ്ക്കൽ എസ്ഐ ജ്യോതിഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടി. നിരവധി കഞ്ചാവ് കേസിൽ പ്രതിയും കാപ്പ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച നവാസ് എന്ന ആളുടെ വീട്ടിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയ ശേഷം ബാക്കി കഞ്ചാവും പണവും ഏൽപ്പിക്കാൻ വന്ന രണ്ടുപേരെയുമാണ് കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ കൈവശം നിന്നും 32 ഗ്രാം കഞ്ചാവും 2 സെറ്റ് OCB പേപ്പറും 2500 രൂപയും പിടികൂടി. പിടിക്കപ്പെടുന്ന സമയം നവാസ് വീട്ടിലില്ലായിരുന്നു. ഒന്നാം പ്രതിയായ അസ്ലമിനെ 1.5 വർഷം മുൻപ് കടയ്ക്കൽ എസ്ഐ ആയിരുന്ന ജ്യോതിഷ് ഇതേ വീട്ടിൽ നിന്നും MDMA കേസിൽ പിടിച്ച് റിമാൻഡ് ചെയ്തിട്ടുള്ളതും തുടർന്ന് എക്സൈസ് സംഘം പിടികൂടി 25 കിലോഗ്രാം കഞ്ചാവ് കേസിലെ പ്രതി കൂടിയായിരുന്നു. 1.5 വർഷം കഴിഞ്ഞ് 2 ആഴ്ച ആയതേ ഉള്ളൂ അസ്ലം ജയിലിൽ നിന്നും ഇറങ്ങിയിട്ട്. വീണ്ടും കഞ്ചാവ് കച്ചവടം ആരംഭിക്കുകയായിരുന്നു ഇയാൾ. രണ്ടാം പ്രതിയായ അനസ് കഞ്ചാവ് കേസിലും നിരവധി അടിപിടി കേസിലും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഇവരുടെ ഒപ്പം കൂട്ടാളിയായ നവാസും കൂടെ ചേർന്നാണ് നിലവിൽ കടയ്ക്കൽ സ്കൂൾ കോളേജ് മേഖലകളിൽ കഞ്ചാവ് MDMA വിൽപ്പന നടത്തുന്നത്. കടയ്ക്കലിൽ പുതിയതായി ചാർജ് എടുത്ത SI ജ്യോതിഷ്, GSI ഷാജി, SCPO അൻസാർ, SCPO ബിജു, CPO ശ്യാം എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, പ്രൊട്ടക്ഷൻ ന്യൂസ്. നമ്മുടെ കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന ജ്യോതിഷ് കുമാർ സർ വീണ്ടും നമ്മുടെ സ്റ്റേഷനിലേക്ക് തന്നെ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം നമ്മുടെ ഈ സ്റ്റേഷനിൽ ചാർജ് വഹിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എന്ന ഞാനും ഈ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ അടക്കമുള്ള ആൾക്കാർ ഏതെല്ലാം തരത്തിലുള്ള കേസുകൾ പ്രധാനമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കുവാൻ ആവശ്യമായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഏതെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടോ അതിലെല്ലാം വളരെ പെട്ടെന്ന് തന്നെ സക്രിയമായി ഇടപെട്ട് കുട്ടികളുടെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ മാതാപിതാക്കളുടെ സുരക്ഷിതത്വം അവരുടെ പ്രതീക്ഷകളെല്ലാം നിറവേറ്റുന്ന തരത്തിൽ വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് പറയാൻ വൈമനസ്യം കാണിക്കേണ്ട ആവശ്യവുമില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പ്രദേശത്തു നിന്നല്ല, നമ്മുടെ ഈ ഒരു കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാകമാനം അദ്ദേഹം മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ, അതിലെ കറുത്ത കരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാൻ വളരെയധികം പ്രയത്നിച്ചൊരു വ്യക്തിയാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ശാരീരികമായി ആക്രമണം വരെ ഉണ്ടായിട്ടുള്ള വാർത്തകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും വകവയ്ക്കാതെ ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടി, സാമൂഹ്യമായ ബോധ്യത്തോടു കൂടി, മാനവിക നന്മയോടുകൂടിയാണ് ആ ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് എനിക്ക് ഉത്തമമായ ബോധ്യമുള്ളതാണ്. അത്തരത്തിലൊരു ഉദ്യോഗസ്ഥൻ വീണ്ടും കടയ്ക്കൽ സ്റ്റേഷനിലേക്ക് ചാർജ് എടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. നമ്മുടെ ഈ ഒരു പ്രദേശത്ത് കൂടുതൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ സ്വാധീനത്തിൽ നിന്ന് ഇനിയും ഇപ്പോൾ തന്നെ പോലീസുകാർ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. ആ പരിശ്രമത്തെ വീണ്ടും പല മടങ്ങ് വർദ്ധിപ്പിച്ച് മികവോടുകൂടി മുന്നേറാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സാധിക്കുമെന്നാണ് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. പൂർണ്ണമായിട്ട് അതിന് സാധിക്കും തന്നെയാണ് പൂർണ്ണ ഉറപ്പും ഉണ്ടാക്കുന്നത്.